students, welcome back to our channel. 2023-24 വർഷത്തിലെ സെക്കൻഡ് ടൈം ഇവാലുവേഷൻ 5ാം ക്ലാസ്സിൻ്റെ മാത്സ്, അതായത് ക്രിസ്മസ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യത്തെ ആക്ടിവിറ്റി നമ്പർ 1, മെഷർ ആൻഡ് റൈറ്റ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ. അപ്പോൾ എന്താണ്, ഒരു സർക്കിൾ തന്നിട്ടുണ്ട്. അപ്പോൾ ആ സർക്കിളിലെ റേഡിയസ് മെഷർ ചെയ്തിട്ട് എഴുതുക. അപ്പോൾ ആ സെൻറ്ററിൽ ഒരു പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. ആ പോയിൻറ്റിൻ്റെ മേലെ നിന്ന് സർക്കിളിൻ്റെ മേലേക്ക് ഒരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ റേഡിയസ് അത് എത്ര സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതായിരിക്കും ആ സർക്കിളിൻ്റെ റേഡിയസ്. അപ്പോൾ അത് അളന്നിട്ട് വേണം കൂട്ടുകാരെ എഴുതാൻ. ഓക്കെ, ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബി ക്വസ്റ്റ്യൻ, ഡ്രോ എ സർക്കിൾ of radius 4 cm and find its diameter. അപ്പോൾ എന്താണ്, 4 cm റേഡിയസ് വരുന്ന ഒരു സർക്കിൾ വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ ഡയമീറ്റർ കണ്ടുപിടിക്കുക. അപ്പോൾ എന്താണ്, കോമ്പസിൽ 4 cm എടുക്കുക, റേഡിയസ് എടുത്തിട്ട് ഒരു സർക്കിൾ വരയ്ക്കുക. അപ്പോൾ അതിൻ്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, അതിൻ്റെ ഡബിൾ ആയിരിക്കും. അതായത് 4 × 2 = 8 cm ആയിരിക്കും അതിൻ്റെ ഡയമീറ്റർ. ഈ നെക്സ്റ്റ് സി ക്വസ്റ്റ്യൻ, പിക്ക് ഔട്ട് ദി സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ദി സർക്കിൾ യു ഹാവ് drawn. Pick out the true statement about the circle you have drawn. അപ്പോൾ നമ്മളിപ്പോൾ ഈ വരച്ച സർക്കിളിനെ കുറിച്ചിട്ടുള്ള ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇതിലേതാണ്, അതായത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് വായിച്ചു നോക്കാം. A point 3 cm away from the circle will be the outside the circle. A point 5 cm away from the circle will be inside the circle. A point 3 cm away from the center will be inside the circle. A point 4 cm away from the center will be outside the circle. അപ്പോൾ ഇതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാൽ സി ആണ്. അതായത് എ പോയിൻറ്റ് 3 cm അവേ ഫ്രം ദ സെൻറ്റർ വിൽ ബി ദ ഇൻസൈഡ് ദ സർക്കിൾ. ഓക്കെ, ഈ നെക്സ്റ്റ് അതിൽ ഡി ക്വസ്റ്റ്യൻ വരുന്നത്, എ സർക്കിൾ ഓഫ് റേഡിയസ് 3 cm ആൻഡ് എ സ്ക്വയർ ആർ ഗിവൺ ഇൻ ദ പിക്ചർ, ഫൈൻഡ് ദ പെരിമീറ്റർ ഓഫ് ദ സ്ക്വയർ. അപ്പോൾ എന്താണ് പറയുന്നത്, എ സർക്കിൾ ഓഫ് റേഡിയസ് 3 cm. ഇവിടെ തന്നിരിക്കുന്ന സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 3 cm ആണ്. ദെൻ എന്താണ്, അങ്ങനെ ഒരു സ്ക്വയർ വരച്ചിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർ ആ ചിത്രത്തിൽ നോക്കൂ, സർക്കിളിൻ്റെ റേഡിയസ് 3 cm ആണെങ്കിൽ സ്ക്വയറിൻ്റെ ലെങ്ത്ത് എത്രയായിരിക്കും, സർക്കിളിൻ്റെ ഡയമീറ്റർ ആയിരിക്കും സ്ക്വയറിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ 3 × 2 6 cm ആയിരിക്കും എന്തെന്ന് പറയുന്നത്, ഈ സ്ക്വയറിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 6 cm ആയിരിക്കും. അപ്പോൾ 6 + 6 + 6 + 6, അതായത് 6 × 4 എത്രയാണ്, 24 സ്ക്വയർ സെൻറ്റിമീറ്റർ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം. ദെൻ അടുത്ത ആക്ടിവിറ്റി നമ്പർ 2, ഈച്ച് റെക്റ്റാങ്കിൾ ഈസ് ഡിവൈഡഡ് ഇൻറ്റു സ്ക്വയേഴ്സ് ഓഫ് ഈക്വൽ സൈസ്. അപ്പോൾ എന്താണ്, ഒരു റെക്റ്റാങ്കിൾ ഈക്വൽ സൈസ് ആയിട്ടുള്ള സ്ക്വയേഴ്സ് ആയിട്ട് കുറേ സ്ക്വയേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതാണ് താഴെ കൊടുത്തിട്ടുള്ളത്. റൈറ്റ് ദ ഫ്രാക്ഷണൽ ഫോം ഓഫ് ദ ഷെയ്ഡഡ് പോർഷൻ. അപ്പോൾ ഇതിൽ ഫ്രാക്ഷണൽ ഫോം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഷെയ്ഡ് ചെയ്തത് എത്ര ഉണ്ട് നോക്കാം. 1 2 3 4 5 ആണ്. അപ്പോൾ 5 ഇനി ടോട്ടൽ എത്ര സ്ക്വയർ ഉണ്ടെന്ന് എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8 9 10. അപ്പോൾ എത്രയാണ്, 5/10. അത് നമുക്ക് വെട്ടി ചെറുതാക്കി ഒന്നെങ്കിൽ 5/10 എന്ന് എഴുതാം, അല്ലെങ്കിൽ 1/2 എന്നും എഴുതാം. ഓക്കെ, ഈ നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ എന്താ, ബി ക്വസ്റ്റ്യനും ഇങ്ങനെ ഫ്രാക്ഷണൽ ഫോം എഴുതാനാണ്. 1 2 3 4 5. അപ്പോൾ മേലെ 5 വരും. ദെൻ അടിയിൽ 1 2 3 4 5 6 7 8 9 10 11 12 13 14. അപ്പോൾ എത്രയാണ്, 5/14 എന്ന് വരും. ഇനി നെക്സ്റ്റ് സി ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഓഫ് ദ എബവ് പിക്ചർ ഇസ് ദ ഹാഫ് പാർട്ട് ഓഫ് ദ റെക്റ്റാങ്കിൾ ഷെയ്ഡഡ്. അപ്പോൾ ഇതിൽ ഏത് പിക്ചറിലാണ് ഹാഫ് പോർഷൻ ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്, ഏതാണ്, 1/2 വരുന്നത്, അതിലാണ് 5/10 വരുന്നത്, അതായത് എയിലാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ എ ആണ്. ഡ്രോ എ റെക്റ്റാങ്കിൾ ആൻഡ് ഷെയ്ഡ് ഇറ്റ്സ് 3/7 പാർട്സ്. അപ്പോൾ എന്താണ്, അപ്പോൾ ഇതുപോലെ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക, എന്നിട്ട് അതിനെ 7 ഭാഗങ്ങളാക്കുക, എന്നിട്ട് അതിൽ 3 ഭാഗങ്ങൾ കളർ ചെയ്യുക. അപ്പോൾ അത് കൂട്ടുകാർ ചെയ്ത് നോക്കുക. ഈ നെക്സ്റ്റ് ഈ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫ്രാക്ഷൻ ഈസ് ഈക്വൽ ടു 4 1/3. 4 1/3 എന്ന്
ഫ്രാക്ഷനോട് ഈക്വൽ ആയിട്ടുള്ളത് ഏതാണ്? അപ്പോൾ എന്താണ്? അപ്പോൾ നമ്മൾ ഇത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? 4 × 3 + 1/3 എന്ന് വരും. 4 × 3 ഏതാ? 4 8 12 12 + 1 13 13/3 13/3 വരുന്നത് രണ്ടാമത്തെ ഓപ്ഷനാണ്. അപ്പോൾ അതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 3. Then activity 3 നോക്കി നോക്കാം. The length and breadth of a hall are 8 meters and 6 meters respectively. അപ്പോൾ എന്താണ് ഒരു ഹോളിൻ്റെ ലെങ്ത്ത് ബ്രെഡ്ത്ത് എന്ന് പറയണത് 8 മീറ്ററും അതുപോലെ തന്നെ 6 മീറ്ററുമാണ്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ഹോളിൻ്റെ ഏരിയ എത്രയായിരിക്കും? അപ്പോൾ ഏരിയ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, L × B. ഇവിടെ L തന്നിട്ടുണ്ട്, B തന്നിട്ടുണ്ട്. അതായത് 8 × 6 ചെയ്യുക. 8 × 6 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 48 സ്ക്വയർ മീറ്റർ എന്ന് കിട്ടും. അതാണ് അതിൻ്റെ ഏരിയ. ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. എ റെക്ടാങ്കുലർ ക്യാബിൻ ഓഫ് 3 meters wide was made in one part of the hall. The area of the cabin is 12 square meter. What is the length of the cabin? ഈ ഹാളിൻ്റെ ഒരു പാർട്ടായിട്ട് എന്ത് ചെയ്തു? ഒരു റെക്റ്റാങ്കുലർ ക്യാബിൻ ഓഫ് 3 meters ഉണ്ടാക്കി. ദ ഏരിയ ഓഫ് ദ ക്യാബിൻ, അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? 12 സ്ക്വയർ മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ലെങ്ത്ത് എത്രയാണ്? അപ്പോൾ അതിൻ്റെ ബ്രെഡ്ത്ത് നമുക്കറിയാം, ഏരിയ നമുക്കറിയാം. ബ്രെഡ്ത്ത് 3 ആണ്, ഏരിയ 12 ആണ്. അപ്പോൾ 3യുടെ കൂടെ എന്തു ഇൻറ്റു ചെയ്താലാണ് 12 കിട്ടുക നോക്കുക. 4 × 3 ആണ് 12. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 4 മീറ്റർ ആയിരിക്കും. ഇനി നെക്സ്റ്റ് സി ക്വസ്റ്റ്യൻ. ഹൗ മെനി ടൈംസ് ദ ഏരിയ ഓഫ് ദ ക്യാബിൻ വിൽ ബി ദ ഏരിയ ഓഫ് ദ ഹോൾ? അപ്പോൾ ഒന്ന് 4ഉം ഒന്ന് 12ഉം ഒന്ന് 48ഉം ആണ്. അപ്പോൾ എത്ര ടൈംസ് ആണ്? 4 ടൈംസ്. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ മെനി ടൈംസ് ദ പെരിമീറ്റർ ഓഫ് ദ ക്യാബിൻ വിൽ ബി ദ പെരിമീറ്റർ ഓഫ് ദ ഹോൾ? അത് എത്രയാണ്? 2 ടൈംസ്. ഓക്കെ, 2 ടൈംസ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കി നോക്കാം. ആക്ടിവിറ്റി 4. സുനിൽ ബ്രോഡ് 12 ബുക്സ് ഓഫ് ₹125 each and 125 pence of ₹12 each. How much should he pay in total? അപ്പോൾ അങ്ങനെയാണെങ്കിൽ സുനിൽ ടോട്ടലായിട്ട് എത്ര രൂപ അടക്കണം? എന്താണ്? സുനിൽ 12 ബുക്ക് മേടിച്ചു. ഓരോ ബുക്കിനും 125 രൂപ. ദെൻ പിന്നെ 125 പെന്ന് മേടിച്ചു. ഓരോന്നിനും 12 രൂപ. അപ്പോൾ ടോട്ടൽ സുനിൽ എത്ര രൂപ അടയ്ക്കണം? എത്രയാണ്? അപ്പോൾ ആദ്യം ബുക്കിന് നോക്കാം. 12 × 125. അതിൻ്റെ കൂടെ പെന്നിൻ്റെ വിലയായ 12 × 125 കൂടെ ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്താണ്? 125 × 12 + 12 × 125. അപ്പോൾ 125 × 12 ചെയ്താൽ നമുക്ക് 1500 കിട്ടും. മറ്റേത് ചെയ്താൽ നമുക്ക് 1500 കിട്ടും. അപ്പോൾ 1500 + 1500 = 3000. ഓക്കെ, അപ്പോൾ ടോട്ടൽ സുനിൽ 3000 രൂപ പേ ചെയ്യണം. ഇനി അടുത്ത ബി ക്വസ്റ്റ്യൻ. ഹൗ മെനി ബുക്സ് ക്യാൻ ബി ബോട്ട് വിത്ത് ദിസ് ടോട്ടൽ എമൗണ്ട്? അപ്പോൾ ഈ ടോട്ടൽ എമൗണ്ട് വെച്ചിട്ട് സുനിലിന് എത്ര ബുക്സ് മേടിക്കാൻ പറ്റും? 12ൻ്റെ ഡബിൾ, അതായത് 24 ബുക്സ് മേടിക്കാൻ പറ്റും. If 4 times of 285 is added to 6 times of 285, how many times 285 do we get? എത്ര ടൈംസ് ആണ്? 10 times. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ഈക്വൽ ടു 16 × 16? അപ്പോൾ 60 × 16 ഇതിലേതാണ് ഈക്വൽ അല്ലാത്തത്? ഏതാണ്? 120 × 16, അതായത് ഓപ്ഷൻ സി മൂന്നാമത്തെ ആണ് ഇതിനോട് ഈക്വൽ അല്ലാത്തത്. ബാക്കി എല്ലാതും ഇതിനോട് ഈക്വൽ ആണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കി നോക്കാം. ആക്ടിവിറ്റി 5. Activity 5. Some dosas of the same size are cut into 4 equal pieces. അപ്പോൾ പാർട്സ്. അപ്പോൾ എന്താണ്? കുറച്ച് ദോശാസ് സെയിം സൈസിൻ്റെ കട്ട് ഇൻറ്റു 4 equal parts ആയിട്ട് കട്ട് ചെയ്തു. അനു took 3 pieces from them. What part of dosa did Anu take? അപ്പോൾ അനു അതിൽ നിന്ന് 3 പീസസ് എടുത്തു. അപ്പോൾ എത്ര പാർട്ടായിരിക്കും അനു എടുത്തത്? എത്രയാണ്? 3/4. അപ്പോൾ ടോട്ടൽ 4 പോർഷൻ, അതിൽ 3 ഭാഗം അനു എടുത്തു. അപ്പോൾ ടോട്ടൽ 3/4.
Then അതിൽ B question, when some pieces took by Mini were joined together, it make a wall dosa. How many pieces did Mini take? അപ്പോൾ എന്താണ്, കുറച്ച് പീസസ് ഒക്കെ വെച്ചാൽ അതൊരു വോൾ ദോശയായിരിക്കും. അപ്പോൾ മിനി എത്ര പോർഷൻ ദോശ എടുത്തിട്ടുണ്ടാവും? എത്രയാണ്? 4. അപ്പോൾ 4 ഈക്വൽ പാർട്സ് ആണ്. അപ്പോൾ 4 എണ്ണം ഉണ്ടെങ്കിലാണ് ഒരു ദോശയാവുള്ളൂ. അപ്പോൾ മിനി 4 എണ്ണം എടുത്തിട്ടുണ്ടാവും. When the pieces took by Binu were joined together, it become 2 1/4 dosas. How many pieces did Binu take? അപ്പോൾ എത്രയായിരിക്കും? 9 പീസ് ബിനു എടുത്തിട്ടുണ്ടാവും. A ribbon of 7 meter length is equally divided among 5 children. അപ്പോൾ 7 മീറ്റർ ലെങ്ത് ഉള്ള ഒരു റിബൺ 5 പേർക്ക് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യണം. ഹൗ മെനി മീറ്റേഴ്സ് ഓഫ് റിബൺ വിൽ ഈച്ച് വൺ ഗെറ്റ്? അപ്പോൾ ഓരോരുത്തർക്കും എത്ര കിട്ടും? എത്രയാണ്? 7/5. 7/5. ഇനി നെക്സ്റ്റ് അതിൽ C ക്വസ്റ്റ്യൻ, പിക്ക് ഔട്ട് ദ ഫ്രാക്ഷണൽ ഫോം നോട്ട് ഈക്വൽ ടു 5/8. 5/8നോട് ഈക്വൽ അല്ലാത്തത് ഇതിലേതാണ്? ഓപ്ഷൻ C 20/13 ആണ് 5/8നോട് ഈക്വൽ അല്ലാത്തത്. ബാക്കി എല്ലാതും വെട്ടിച്ചെറുതാക്കിയാൽ നമുക്ക് 5/8 കിട്ടും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കി നോക്കാം. ആക്ടിവിറ്റി 6. The floor of a room is laid with tiles of the same size. How many such tiles can be laid in this room? അപ്പോൾ ഇതുപോലത്തെ എത്ര എണ്ണം നമുക്ക് ഈ റൂമിൽ പതിക്കാൻ പറ്റും? നമുക്ക് എണ്ണി നോക്കിയാൽ മതി. 1 2 3 4 5. 5 എണ്ണം മേലെ വരും. 1 2 3 4 5 എണ്ണം അടിയിലും വരും. അപ്പോൾ 5 × 5 25 പീസസ് ഓഫ് ടൈൽസ് ഈ റൂമിൽ നമുക്ക് പതിക്കാൻ പറ്റും. ഇനി നെക്സ്റ്റ് അതിലെ B ക്വസ്റ്റ്യൻ, ഈച്ച് ടൈൽ ഹാസ് ദ ലെങ്ത് ഓഫ് 60 സെൻറ്റിമീറ്റർ ആൻഡ് ബ്രെഡ്ത്ത് 30 സെൻറ്റിമീറ്റർ. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് വൺ ടൈൽ? അപ്പോൾ ഓരോ ടൈലിൻ്റെയും ലെങ്ത് എന്ന് പറയുന്നത് 60 സെൻറ്റിമീറ്ററും അതുപോലെ തന്നെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 30 സെൻറ്റിമീറ്ററുമാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഏരിയ ഓഫ് വൺ ടൈൽ? ഒരു ടൈലിൻ്റെ ഏരിയ എത്രയായിരിക്കും? 16 × 30 ചെയ്താൽ മതി. 6 × 3 80 കിട്ടും. ബാക്കി 2 സീറോസ്, അതായത് 1800 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്ന് കിട്ടും അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ്, ഫൈൻഡ് ദ ടോട്ടൽ ഏരിയ ഓഫ് ദ റൂം. ഈ റൂമിൻ്റെ ടോട്ടൽ ഏരിയ എത്രയായിരിക്കും? അപ്പോൾ ഇതെങ്ങനെ കാണാം? ഒരെണ്ണത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 1800 ആണ്. അങ്ങനെ 25 ടൈലുണ്ട്. അപ്പോൾ 1800 × 25 = 45,000 എന്ന് കിട്ടും. ഓക്കെ, 45,000 സ്ക്വയർ മീറ്റർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആക്ടിവിറ്റി 7. In our last activity 7, how many bundles will be there if 1,245 books are made into bundles of 12 each? അപ്പോൾ അത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? 1245നെ 12 ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 103 എന്ന് കിട്ടും. അപ്പോൾ എത്ര ബണ്ടിൽസ് ആണ്? 103 ബണ്ടിൽസ്. ഹൗ മെനി മോർ ബുക്സ് ആർ നീഡഡ് ടു മേക്ക് എ ന്യൂ ബണ്ടിൽ? അപ്പോൾ പുതിയ ഒരു ബുക്ക് ഉണ്ടാക്കാൻ നമുക്ക് എത്ര ബുക്സ് വേണം? എത്ര എണ്ണം വേണം? 3 ബുക്കും കൂടി എക്സ്ട്രാ വേണം. അപ്പോൾ 1 റിമൈൻഡർ വരും. ഓക്കെ, ഇനി നെക്സ്റ്റ്, വിച്ച് among the following is not equal to 1245 divided by 12? അപ്പോൾ ഇതിനോട് ഈക്വൽ അല്ലാത്തത് ഇതിലേതാണ്? ഇതും ഓപ്ഷൻ C ആണ്. 1200 ഡിവൈഡ് ബൈ 12 + 45 ഡിവൈഡ് ബൈ 12. അപ്പോൾ ഇത് ചെയ്തൊക്കെ നമുക്ക് കിട്ടും ഇതിനോട് ഈക്വൽ അല്ല എന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസ് ആയിരുന്നു ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.